ഭൂമിയിലെ അടിപിടികൾ മടുത്തതുകൊണ്ടാണോ അതോ സ്വർണത്തോടുള്ള കമ്പം അതിര് കടന്നതുകൊണ്ടാണോ എന്നറിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കണ്ണുവച്ചിരിക്കുന്നത് ചന്ദ്രനിലാണ്. സംഗതി തമാശയല്ല. ചന്ദ്രോപരിതലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്വർണ ട്രംപ് ടവറിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ലോകത്തെ വീണ്ടും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഈ വയോധികൻ. ട്രംപിന്റെ ഈ വിചിത്രമായ മോഹം സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾക്കും ചർച്ചകൾക്കുമാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ട്രംപ് ഒരു കില്ലാടി തന്നെയാണെന്ന് സമ്മതിക്കാതെ വയ്യ. കാരണം ഭൂമിയിൽ ടവർ പണിതത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ആകാശത്തെ അമ്പിളിമാമന്റെ നെഞ്ചത്ത് തന്റെ പേരെഴുതി വയ്ക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചിത്രത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ പശ്ചാത്തലത്തിൽ ചന്ദ്രന്റെ മണ്ണിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഒരു പടുകൂറ്റൻ അമ്പര ചുംബിയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ ട്രംപ് എന്ന് വലിയ അക്ഷരങ്ങളിൽ 2 തവണ കൊത്തിവെച്ചിട്ടുമുണ്ട്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഈ ചിത്രം പങ്കുവെച്ചതോടെ ഊഹാപോഹങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. ഏപ്രിൽ 10 നാസയുടെ ആർടെമിസ് 2 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പോസ്റ്റ് വന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ കഷ്ടപ്പെടുമ്പോൾ അവിടെ എങ്ങനെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താമെന്നാണ് ട്രംപ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ട്രംപിന്റെ ഈ പോസ്റ്റ് വന്നതോടെ സോഷ്യൽ മീഡിയ 2 തട്ടിലായി കഴിഞ്ഞു. ഭ്രാന്തമായ ചിന്തകളാണെന്നും ട്രംപിന് ബോധം നഷ്ടപ്പെട്ടെന്നും പലരും പരിഹസിക്കുമ്പോൾ ഇതൊക്കെ വെറും മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണമാണെന്നാണ് മറ്റു ചിലരുടെ പക്ഷം. ചന്ദ്രനിൽ ഇത്തരം ഒരു കെട്ടിടം പണിയുന്നത് ഏറ്റവും വലിയ നാണക്കേടാണെന്ന് ഒരു ഉപഭോക്താവ് കുറിച്ചപ്പോൾ ട്രംപിന്റെ ദൈവസമുച്ചയത്തെ അഥവാ ഗോഡ് കോംപ്ലക്സ് ആണ് ഇത് കാണിക്കുന്നതെന്ന് വിമർശകർ പറയുന്നു. അതേ ദിവസം തന്നെ ഒരു ദിവ്യനായ രോഗശാന്തിക്കാരനായി സ്ഥിരീകരിക്കുന്ന മറ്റൊരു AI ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ട്രംപ് ശരിക്കും അസ്വസ്ഥനാണോ അതോ ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കി ചിരിക്കുകയാണോ എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ ചന്ദ്രനിൽ മനുഷ്യവാസം തുടങ്ങാനോ അവിടെ കെട്ടിടങ്ങൾ പണിയാനോ ഇനിയും ദശകങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ പോലും കാണാത്ത അത്രയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ അസാധ്യമാണെന്ന് ശാസ്ത്രലോകം അടിവരയിട്ടു പറയുന്നു. എന്നിട്ടും ഇത്തരമൊരു ആഡംബര സ്വർണ്ണ ടവർ ചന്ദ്രനിൽ എപ്പോൾ ഉയരുമെന്ന ചോദ്യം ചിലരെങ്കിലും കുഴപ്പിക്കുന്നുണ്ട്. ശൂന്യാകാശത്തെ ഈ സ്വർണ്ണ കൊട്ടാരം വെറുമൊരു അർത്ഥശൂന്യമായ സ്വപ്നം മാത്രമാണെന്ന് ഉറപ്പാണെങ്കിലും ട്രംപിന്റെ ആരാധകർക്ക് അതൊരു വലിയ ആവേശമാണ് നൽകുന്നത്. ഈ ടവർ പണിയാൻ എത്ര സമയമെടുക്കുമെന്ന ചോദ്യത്തിന് ട്രംപിന്റെ ഭാവനയിൽ അത് ഉടൻ സംഭവിക്കും എന്ന് മാത്രമേ ഉത്തരം പറയാൻ കഴിയൂ. സിനിമയെ വെല്ലുന്ന ഈ പുതിയ നീക്കം അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ ഓളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ വിചിത്രമായ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് രാജ്യത്തിനു തന്നെ നാണക്കേടാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ ഇതിലൂടെ വലിയൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ലോകം എപ്പോഴും തന്നെ കുറിച്ച് സംസാരിക്കണമെന്ന ട്രംപിന്റെ നിർബന്ധ ബുദ്ധിക്ക് ഇതിലും നല്ലൊരു വഴി വേറെയില്ല. സ്വർണ്ണ ടവർ പണിയുന്നതിലൂടെ ചന്ദ്രനെ പോലും തന്റെ സ്വത്തായി പ്രഖ്യാപിക്കാൻ ട്രംപ് ശ്രമിക്കുകയാണോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങുന്ന ആ സ്വർണ്ണ കെട്ടിടം ഒരുപക്ഷെ ട്രംപിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായി ചരിത്രം രേഖപ്പെടുത്തിയേക്കാം. ചന്ദ്രനിൽ വായുവും വെള്ളവും ഇല്ലെങ്കിലും അവിടെ സ്വർണം പൂശിയ ഫ്ളാറ്റുകൾ വിൽക്കാൻ ട്രംപ് നാളെ പരസ്യം കൊടുത്താലും അത്ഭുതപ്പെടാനില്ല. ട്രംപിന്റെ ഓരോ നീക്കവും ഇത്തരത്തിൽ ഉദ്വേഗജനകവും ഒപ്പം ചിലതൊക്കെ പരിഹാസ്യവുമാണ്. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ അതിനെ തമാശയാക്കി മാറ്റുന്ന ഇത്തരം നീക്കങ്ങൾ നമ്മെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. ഭൂമിയിലെ സ്വർണ്ണക്കടയൊക്കെ കഴിഞ്ഞ് ഇനി ചന്ദ്രനിലെ സ്വർണ്ണ ടവറിനായി നമുക്ക് കാത്തിരിക്കാം. മനുഷ്യവാസത്തിന് പോലും സാധ്യമല്ലാത്തൊരു ഗ്രഹത്തിൽ ആഡംബര കെട്ടിടം പണിയുമെന്ന് പറയുന്നത് അങ്ങേയറ്റം അവിവേകമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ ആവേശത്തിൽ ട്രംപ് പങ്കുവച്ച ചിത്രം വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിമർശകർ അദ്ദേഹത്തെ മാനസിക രോഗിയായി മുദ്രകുത്തുമ്പോൾ അദ്ദേഹം തന്റെ സ്വപ്ന ലോകത്ത് സ്വർണ്ണ ടവറുകൾ പണിതുകൊണ്ടേയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ചിത്രം എങ്ങനെയൊക്കെ ചർച്ചയാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഭൂമിയിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ചന്ദ്രനിലേക്ക് നോക്കുന്ന ട്രംപിന്റെ തന്ത്രം ഒരുപക്ഷെ വിജയിച്ചേക്കാം. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ സ്വർണ്ണ ടവർ പ്രഖ്യാപനം ഒരു തമാശയേക്കാൾ അപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ കൂടി പ്രതിഫലനമാണ്. അമിതമായ ആത്മവിശ്വാസവും ലോകത്തെ വിസ്മയിപ്പിക്കാനുള്ള ആഗ്രഹവും ട്രംപിനെ ഇത്തരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ടാവാം. ചന്ദ്രൻ ചന്ദ്രനായി തന്നെ ഇരിക്കട്ടെ, അവിടെ ട്രംപ് ടവർ ഉയരുന്നതും കാത്തിരിക്കുന്നവർക്ക് വരാനിരിക്കുന്നത് കിട്ടുക ഒരുപക്ഷെ വലിയ നിരാശയായിരിക്കും. എങ്കിലും ട്രംപ് പങ്കുവച്ച ആശയവും ചിത്രവും സോഷ്യൽ മീഡിയയിലെ വലിയൊരു കൗതുകമായി തന്നെ തുടരുമെന്ന് ഉറപ്പാണ്.